കഴിഞ്ഞ ഞായറാഴ്ച മ്യൂണിച്ചിലെ 2 ലക്ഷം പേരാണ് തെരുവിലിറങ്ങി AfDക്കെതിരെ പ്രതിഷേധവുമായി വന്നത്. അതിനു മുമ്പ് ബെർലിനിൽ 1,60,000 പേരാണ് തെരുവിലിറങ്ങിയത്. അതിനെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വിവിധ നഗരങ്ങളിൽ, ജർമ്മനിയുടെ വിവിധ നഗരങ്ങളിൽ AfDക്ക് എതിരെ AfD CDUവുമായിട്ട് സഖ്യത്തിലാവുന്നു എന്നുള്ള രീതിയിൽ പോലും ആളുകൾ വിമർശിക്കുകയും, അതായത് മെർസ് പാർലമെന്റിൽ AfDയുടെ വോട്ട് മേടിച്ചതിനെ വിമർശിച്ചുകൊണ്ട് AfDനെ ഒരിക്കലും ഒരു പാർലമെന്ററി സാധനത്തിലേക്ക്, ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന ഒരു നിലപാടെടുത്തുകൊണ്ടാണ് ജനങ്ങൾ തെരുവിലിറങ്ങുന്നത്. പക്ഷേ ഇങ്ങനെ ഇറങ്ങിയത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്നാണ് ഏറ്റവും പുതിയ അഭിപ്രായ സർവേകൾ നമ്മളോട് പറയുന്നത്. ARD, അതായത് ജർമ്മനിയിലെ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ ആയിട്ടുള്ള ARD നടത്തിയ അഭിപ്രായ സർവേയിൽ AfD റെക്കോർഡ് സീറ്റുകൾ ഈ വർഷം നേടും എന്നാണ് പ്രവചിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, അവരവരുടെ നില മെച്ചപ്പെടുത്തുകയാണ് ഈ പ്രതിഷേധങ്ങൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ളതെന്നുള്ളത് നമ്മളെ ഭയങ്കരമായിട്ട് ഞെട്ടിക്കുന്നു. അതായത് 20 പോയിന്റിൽ നിന്ന് അവർ 21 പോയിന്റിലേക്ക് വളരുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും CDU തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. CDU 31 പോയിന്റുമായിട്ട് CDU മുന്നിൽ തന്നെയുണ്ട്. എന്തായാലും CDUവിന്റെ ചാൻസലർ സ്ഥാനാർത്ഥി നടത്തിയ ഒരു സർക്കസും കൂടിയുണ്ട് ഈ പാർലമെന്റിൽ. അതിനെക്കുറിച്ച് വരുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ നിലയിൽ ഉള്ള അഭിപ്രായ സർവേയുടെ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഇതിൽ ഇപ്പൊ ഭരിക്കുന്ന SPDക്ക് 15% വളരെ ചുരുങ്ങിയ ചരിത്രത്തിൽ, ജർമ്മൻ പാർലമെന്റ് രൂപീകരിച്ചതിന് ശേഷം SPD കിട്ടുന്ന, ഇവിടുത്തെ ഏറ്റവും പഴയ പാർട്ടിയായിട്ടുള്ള SPD കിട്ടുന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ കനത്ത തോൽവിയായിരിക്കും എന്നാണ് പ്രവചിക്കപ്പെടുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച ഈ മെർസും വരാനിരിക്കുന്ന ചാൻസലറും ഇപ്പോഴത്തെ ചാൻസലറായിട്ടുള്ള ഒലാഫും തമ്മിലൊരു ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒലാഫ് വളരെ പതറിപ്പോവുകയാണ് മെർസിന്റെ കുടിയേറ്റത്തെക്കുറിച്ചുള്ള പല ചോദ്യങ്ങൾക്കും. കുടിയേറ്റമാണല്ലോ ഇപ്പൊ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പം ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള കുടിയേറ്റത്തിൽ, പ്രത്യേകിച്ച് ഈ റെഫ്യൂജികളായിട്ട് വന്ന ആളുകൾ കാണിക്കുന്ന കൊള്ളരുതായ്മകൾ, അവർ കാണിച്ചിട്ടുള്ള അക്രമങ്ങൾ, അതിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് വളരെയധികം ഒരു ആങ്സൈറ്റി ജർമ്മൻ സൊസൈറ്റിക്കകത്ത് ഉണ്ട് എന്നാണ് പലരും പറയുന്നത്. അതായത് BBC ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. BBC യുവാക്കളെ പോയി കണ്ട് അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ യുവാക്കൾ ഒരു തീവ്ര വലതുപക്ഷം എന്നുള്ള ആ ഒരു നിലപാടിലൊന്നും അല്ല AfD കാണുന്നത്. അവരുടെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വേറെ പാർട്ടികൾ തയ്യാറാവുന്നില്ല എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. അതില് ജർമ്മൻ യുവാക്കൾ, വെള്ളക്കാർ യുവാക്കൾ മാത്രമല്ല, രണ്ടാം തലമുറ മുസ്ലിങ്ങളായിട്ടുള്ള തുർക്കികൾ പോലും ഈ AfDനെ പിന്തുണയ്ക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പല അന്തർദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ AfD ഉണ്ടായി വന്നത് ഈ പറഞ്ഞതുപോലെ ഈ ആദ്യകാലത്ത് ഈസ്റ്റ് ജർമ്മനിയിലെ മുഖ്യധാര ജർമ്മൻ സൊസൈറ്റി പല രീതിയിലുള്ള വികസന പദ്ധതികൾ നടത്താതെ വിട്ടുപോയ ഈ ഈസ്റ്റ് ജർമ്മൻ ഗ്രാമങ്ങളിൽ നിന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ AfDക്ക് വലിയൊരു തരത്തിലുള്ള പിന്തുണ ഉണ്ടായി വന്നിട്ടുള്ളത്. പക്ഷെ പിന്നീട് അത് വളരെ കൃത്യമായി യുവാക്കൾക്കിടയിലുള്ള ഒരു ആങ്സൈറ്റീനെ AfD കൃത്യമായി ടാപ്പ് ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയയിലൊക്കെ ടിക്ടോക്ക് ആണ് ജർമ്മനിയിൽ ഇൻസ്റ്റാഗ്രാമിനേക്കാളൊക്കെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു യുവാക്കൾ ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ. അതിലൊക്കെ ഇൻഫ്ലുവൻസേഴ്സ്, AfDക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വളരെയധികം ഉണ്ടെന്നാണ് BBC ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം നടന്ന മെർസ് AfDയുടെ വോട്ട് മേടിച്ചത് വിവാദമായ ആ ഒരു സംഭവത്തിൽ വളരെ രസകരമായ ഒരു അഭിപ്രായം വാൾ സ്ട്രീറ്റ് ജേർണലിലെ ജോസഫ് സി സ്റ്റെൻബർഗ് നിരീക്ഷിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഈ ജർമ്മൻ രാഷ്ട്രീയത്തിൽ കുറേ കാലമായിട്ട് തീവ്ര വലതുപക്ഷത്തെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് ഒരു ചിന്തയായിരുന്നു. ആ ചിന്തയെ മെർസ് വളരെ ഫലപ്രദമായി ഒരു സർക്കസിലൂടെ, ഒരു ചൂതാട്ടത്തിലൂടെ അയാൾ ഈ AfDക്ക് വോട്ട് ചെയ്യുന്നവരുടെ വോട്ട് കിട്ടാനുള്ള ഒരു തന്ത്രം ആയിട്ടാണ് പാർലമെന്റിലെ ആ ഒരു ആക്ടിനെ, അയാൾ കൊണ്ടുവന്ന ബില്ലും അയാൾ AfDയുടെ വോട്ടുകൾ കിട്ടുന്നതിന് ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞതും ഒക്കെ അയാൾ കാണുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ,
AFD എന്തായാലും ഒരു തീവ്ര വലതുപക്ഷ പാർട്ടിയാണ്. AFD നിങ്ങളുടെ വിഷയങ്ങൾ എടുക്കുന്നു. പക്ഷേ നിങ്ങളുടെ വിഷയത്തെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു. നിങ്ങളുടെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അല്ലേ നിങ്ങൾക്കുള്ളത്? അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് CDU പറയുമ്പോൾ CDUവിന് വോട്ട് ചെയ്യുക എന്ന ഒരു 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 സന്ദേശമാണ് യഥാർത്ഥത്തിൽ AFDയുടെ വോട്ടർമാരിലേക്ക് മെർസ് പാസ് ചെയ്യാൻ ഉദ്ദേശിച്ച സന്ദേശം. അത് എത്രത്തോളം ഫലപ്രദമാണെന്നുള്ളത് ഫെബ്രുവരി 23 വോട്ട് ബാലറ്റ് പേപ്പറിൽ രേഖപ്പെടുത്തപ്പെട്ടതിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന കാര്യമാണ്. എന്തായാലും ഈ വർഷം തന്നെ ഒരുപക്ഷെ മറ്റൊരു ഇലക്ഷൻ കൂടെ ഉണ്ടായേക്കാം എന്നും കൂടി ചില നിരീക്ഷകർ പറയുന്നുണ്ട്. അതിന്റെ കാരണമായിട്ട് പറയുന്നത് ഇപ്പം CDU എന്തായാലും 30% വോട്ട് മേടിച്ച് വരുന്നു. എന്തായാലും അവർക്ക് ഒരു കൊയിലീഷൻ വേണം. അപ്പൊ അത് ഇപ്പൊ ഗ്രീൻ പാർട്ടി വരുമോ? ഗ്രീൻ പാർട്ടിക്ക് കൃത്യമായ വോട്ടുകൾ കിട്ടുമോ? ഇനി ഗ്രീൻ പാർട്ടിക്ക് കൃത്യമായ വോട്ടുകൾ കിട്ടുന്നില്ല എന്നാണ് അവർ പാർലമെന്റിന്റെ അകത്ത് വരാൻ പോലും സാധ്യതയില്ലെന്നാണ് ഏറ്റവും പുതിയ അഭിപ്രായ സർവേകൾ കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആര് വരും? SPD വരുമോ? SPD-യും CDU-യും ചേർന്ന് AFD-നെ ഒഴിവാക്കാൻ വേണ്ടി ഒരു കൊലീഷൻ ഉണ്ടാക്കുമോ? ഇനി അഥവാ അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു കൊലീഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വളരെ ദുർബലമായ ഒരു കൊലീഷൻ ആയിരിക്കില്ലേ? അത് അധികകാലം നീണ്ടു നിൽക്കുമോ? അങ്ങനെ വന്നാൽ ഈ വർഷം തന്നെ മറ്റൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. 2029 ഇലക്ഷൻ വരികയാണെങ്കിൽ AFD 1-ാം സ്ഥാനത്തേക്ക് വരും എന്ന് വളരെ മുമ്പ് തന്നെ ചില ആളുകൾ പ്രവചിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ നോക്കുമ്പോൾ ഇപ്പൊ യുവാക്കളുടെ ഈ പിന്തുണയും, അതായത് ജർമ്മൻ യുവാക്കളുടെ ഒരു ആങ്സൈറ്റിനെ, അവരുടെ ഒരു ആങ്സൈറ്റിനെ മനസ്സിലാക്കാൻ ഇവിടുത്തെ മുഖ്യധാര പാർട്ടികൾക്ക് കഴിഞ്ഞില്ല എന്നുള്ള വിഷയവും AFD-യുടെ ഒരു നാസി പാർട്ടി എന്നൊക്കെ ഉള്ള വിട്ടൊരു തീവ്ര വലതുപക്ഷമൊന്നും അല്ല, അവർക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെയുള്ള ഒരു യുവാക്കൾക്കിടയിലുള്ള അവരുടെ ഞങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ അവരാണ് ഉള്ളതെന്നൊക്കെയുള്ള ഒരു പ്രതിച്ഛായയും അവരുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം AFD-യുടെ പ്രചാരണത്തിലെ വീഡിയോ, ഇപ്പം ആലീസ് വിരലിന്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോ നിങ്ങൾ എടുത്തു നോക്കും. അതിന്റെ വളരെ സിനിമാറ്റിക് ആയിട്ടാണ് അവർ ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ഒട്ടുമിക്ക പാർട്ടികളുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അവർ വീഡിയോ മാധ്യമം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ നോക്കിയിരുന്നു. അപ്പൊ നിങ്ങളൊന്ന് എടുത്തു നോക്കൂ, എന്ത് സിനിമാറ്റിക് ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ അവർ വളരെയധികം വർക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും വർക്ക് ചെയ്യുന്നത് തീവ്ര വലതുപക്ഷമാണ്. ഏതായാലും ഇലക്ഷൻ ഫെബ്രുവരി 23-നാണ്. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഈ ഇലക്ഷനിലെ ഫലം എന്തായാലും അത് CDU വന്നാലും AFD വന്നാലും കോലീഷൻ വന്നാലും ഗവൺമെന്റ് താഴ്പോലും എല്ലാം ഇത് മലയാളികളെയും ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര കൃത്യമായി ഈ വാർത്തകൾ വിശകലന സ്വഭാവത്തോടു കൂടി നിങ്ങളിൽ എത്തിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്ത് സോഴ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും പറയാം. ഞാൻ ക്രെഡിബിൾ സോഴ്സ് വെച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. അല്ലാതെ ആരെങ്കിലും ഏതെങ്കിലും ബ്ലോഗിലൊക്കെ എഴുതി വെച്ചിട്ടൊന്നും ഞാൻ സംസാരിക്കാറില്ല. അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമുള്ളവർ തീർച്ചയായും ചോദിക്കുക. ഞാൻ എന്തായാലും അതിന്റെ സോഴ്സ് എല്ലാം ഷെയർ ചെയ്യാം. താങ്ക് യു.